ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുഎഫ ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റി സീസണിലെ സെമി ഫൈനൽ കാണാതെ പുറത്തായിരിക്കുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ സിറ്റി ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ റയൽ മാഡ്രിഡിനോട് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് പരാജയപ്പെട്ടത്. ആദ്യ മത്സരത്തിന്റെ തുടക്കത്തിൽ റോഡ്രിഗോയിലൂടെ റയൽ മാഡ്രിഡ് ലീഡ് എടുത്തിരുന്നു. പക്ഷേ കെവിൻ ഡി ബ്രൂയിനയുടെ ഈ ഒരു മത്സരത്തിൽ സമനില പിടിച്ച സിറ്റി എക്സ്ട്രാ ടൈമിലും ഗോളുകളൊന്നും സ്കോർ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് സിറ്റി പരാജയപ്പെട്ടത്. എന്തായാലും ഈ ഒരു സീസണിലെ നിലവിലെ ചാമ്പ്യന്മാർ 2023-24 സീസണിലെ യുഎഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനൽ കാണാതെ പുറത്തായിരിക്കുന്നു. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ഒരു കടുപ്പമേറിയ മത്സരമായിരുന്നു. സമ്പൂർണ്ണ ആധിപത്യമായിരുന്നു. സിറ്റിയുടെ സമ്പൂർണ്ണ ആധിപത്യം കണ്ട മത്സരമാണ്. കെവിൻ ഡി ബ്രൂയിന്റെ ഒരു മികച്ച പ്രകടനമൊക്കെ എടുത്തു പറയേണ്ടതാണ്. ഡി ബ്രൂയിനും ഡോക്കും റോഡ്രിഗോയും ഫോഡനും ഒക്കെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. റയൽ മാഡ്രിഡിന് വേണ്ടി വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ, ബെല്ലിംഗം കൂടാതെ റോഡ്രിഗറൊക്കെയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. ഈ ഒരു മത്സരത്തിലും ഹാലൻഡിനെ പൂട്ടാൻ റോഡ്രിഗർക്കും അതുപോലെ റയൽ മാഡ്രിഡിനും കഴിഞ്ഞിരുന്നു. എന്നാലും 2023-24 സീസണിലെ യുഎഫ ചാമ്പ്യൻസ് ലീഗ് പ്രതീക്ഷകൾ സിറ്റിക്ക് അവസാനിച്ചിരിക്കുന്നു. യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിലേക്ക് റയൽ മാഡ്രിഡ് യോഗ്യത നേടിയിരിക്കുന്നു.